ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. ഇന്നേ വന്നിട്ടുള്ളതിൻ്റെല്ലോ ഒരു ഫാമിലിയെ കുറിച്ചിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല. അപ്പം ഉണ്ടല്ലോ പിന്നെ പിന്നെ അജു എന്നൊക്കെ ഇല്ലേ, പിന്നെ ഹലോ അബി ഒഫിക്കൽ ചാനലിൽ നിന്നുണ്ടല്ലോ, ഒഫിക്കൽ എന്നില്ല ചാനൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും കേട്ടോ. ജൂബി വാസിത്തൊക്കെ ഉണ്ടല്ലോ, അവരെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഡേറ്റ് ഉണ്ടല്ലോ, പിന്നെ അലമോള് പ്രസവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 40 കീനി കേട്ടോ. 40ൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ജൂബി എന്താ വരാത്തെ, ബാസിത്ത് എന്താ വരാത്തെ, അവർ തമ്മിൽ പിരിഞ്ഞോ, പ്രശ്നങ്ങളുണ്ടായോ, അത് അമ്മായിയും മരുമോളായിട്ട് പ്രശ്നങ്ങളാണോ എന്നൊക്കെ ഒരുപാട് കമൻറ്റ് ഉണ്ട് കണ്ടിന് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, അപ്പോൾ അലമോളുണ്ടല്ലോ നല്ല കുട്ടിയാണ് കേട്ടോ, നല്ലൊരു മോളാണ്. അപ്പോൾ അവർ പിന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് കേട്ടോ. അവളും പിന്നെ അജു എന്ന് പറഞ്ഞാൽ, അജുവിൻ്റെ വീട് ഇവിടെയാണ്, ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ്, തൊട്ടടുത്താണ് കേട്ടോ. കരുവാരക്കുണ്ട് കുട്ടത്തി പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ പിന്നെ അവൾ വീടിൻ്റെ കുറച്ച് പോയാൽ മതി. എനിക്ക് അത്രയ്ക്ക് പരിചയമില്ല, അതേമാതിരി ഉമ്മാക്കും പിന്നെ ഹസ്ബൻഡിനൊക്കെ എല്ലാം അറിയും കേട്ടോ. അവരെ പറ്റിയിട്ട് നല്ല അറിയും. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ്, ഏകദേശം കരുവാരക്കുണ്ട് കുട്ടത്തി പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരെ കുറിച്ചിട്ടാണ് പറയുള്ളത്. അപ്പോൾ അവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചതേനു. അവൾ അലമുള നല്ല പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. നല്ല പാട്ടൊക്കെ പാടും, അടിപൊളിയാണ്, എല്ലാം പാടും കേട്ടോ. എന്തായാലും ഇഷ്ടമാണ് കേട്ടോ അവളെ വോയിസ്, പിന്നെ നല്ല രസമാണ് കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ അവൾ നല്ല പാട്ട് പാടും, പിന്നെ അതേമാതിരിക്ക് തന്നെ നല്ല കഴിവില്ലൊരു മോളാണ്. നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസും കാണലുണ്ട്. അതേമാതിരിക്ക് തന്നെ അവളൊരു ആങ്ങള പിന്നെ മോന് ഫാമിലി ആയിട്ടാണ് അവർ വീഡിയോ ഇടയിൽ ആദ്യം കേട്ടോ. പിന്നെ ജൂബി, ബസിത്ത്, അതേമാതിരിക്ക് തന്നെ ഓരോ ഉമ്മയും അലമുളൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ടാണ് പിന്നെ വീഡിയോസ് ഇടയിൽ. അത് നല്ല രസമാണ് കേട്ടോ. ഫാമിലി ആയിട്ട് അവർ ടെക്സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയിട്ട് ബിസിനസ്സൊക്കെയാണ്, അവിടെ പോയിട്ടാണ് കേട്ടോ അവർ വീഡിയോസും കോമഡിയും. അതേമാതിരി ബസിത്തും ജൂബിനും ഓരോ കോമഡിയൊക്കെ നല്ല രസമാണ് കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോസ് ഇടയിൽ. അപ്പോൾ നിങ്ങൾ കുറച്ച് വീഡിയോ അതിൽ ആഡ് ചെയ്യുക, ഒന്ന് കണ്ടു നോക്കിട്ടോ. ഇത് വല്ലാത്ത അപ്പൊ കഴിഞ്ഞ നമ്മളെ വ്ളോഗിൽ കുറെ ആൾക്കാർ കമന്റ് ഇട്ടിന് ജുബിക്ക് ഒരു ഉമ്മയും കൂടി കൊടുക്കായിരുന്നു എന്ന്. പപ്പൊക്കെ അറിയാം ഞാൻ, ഇത് നിങ്ങളൊക്കെ ഗിഫ്റ്റ് ചെയ്തോണ്ട് ഞാൻ ഊരൂല. പക്ഷെ കമന്റിലുണ്ട് പൊതുവെ അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ കെഞ്ചാണ് അന്നാർക്കും തരുന്നുണ്ട്. പപ്പ ചീത്തന്റെ ഉള്ളിലേക്ക് ഭയങ്കര ഇഷ്ടകാരല്ല. ഏത് ഭാഗത്ത് നമ്മള് കേക്ക് മുറിക്കാം. ഈ കേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം പപ്പയാണ്, പപ്പയുടെ സ്വന്തം അബി. അതാണ് പേര്, പപ്പയുടെ സ്വന്തം അബി. അതന്നെ എഴുതിക്കണ്ടേ, ഹാപ്പി ബർത്ത്ഡേ അബി. അബി. ഓക്കെ. ഒന്ന് ഇന്നലത്തിലാരൊന്നും കൂടെ ഗ്രാൻഡ് കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഇതാണ് കേട്ടോ ഒരു ഫാമിലി ആയിട്ട് വീഡിയോ ചെയ്യലുണ്ട്. അപ്പോൾ എല്ലാവരും പിന്നെ സ്വാഭാവികമായിട്ട് ചോദിച്ചു കേട്ടോ, ഒരു രണ്ടാളെ മിക്സ് ആയാൽ അതേമാതിരിക്ക് അവർ വേറെ വീടെടുത്ത് നിൽക്കണമൊക്കെ ഒക്കെ പിന്നെ വീഡിയോസ് ഇടുമ്പോൾ എന്തായാലും ആൾക്കാർ ചോദിക്കും കേട്ടോ. അവർ തമ്മിൽ പ്രശ്നമായോ, അമ്മയമ്മ മരുകളും പ്രശ്നമായോ, അങ്ങനെയായോ വീട്ടിൽ ഫാമിലി പ്രശ്നം ഉണ്ടോ എന്നൊക്കെ എല്ലാവരും ഇതെല്ലാവരും കമൻറ്റ് കൂടെ ആയിട്ട് അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ അവരെന്താ പിന്നെ അവർ അങ്ങനെ അതിന് ശരിക്കായിട്ടുള്ള മറുപടി ഒന്നും തന്നിട്ടില്ല കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല, അവരിന്ന് മാറി താമസിച്ചു, അങ്ങനത്തെ ഒരു പ്രശ്നമാണ് മാത്രമാണ് കേട്ടോ ജോബിയൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ അവളൊരു വീഡിയോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്ര എന്ത് പ്രശ്നം വന്നാലും കേക്കിലും വരിക്കൊക്കെ തന്നെ ആയിരിക്കും, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അത് ശരി തന്നെയാണ്. അപ്പം അങ്ങനെ മാത്രമേ അവളൊരു വീഡിയോസിൽ മാത്രം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഒരു വീഡിയോയിലുള്ളതാണ്. ഓക്കെ, ഞാൻ വായിക്കാം. അതോടെ എൻ്റെ മൂടും പോയി. കുറച്ചു നേരം സമാധാനത്തിൽ നിന്നതാ ഇത്രയും ദിവസം. ഞാൻ മൈൻഡ് വെക്കാറില്ല പല കമന്റ്സ്. നമ്മൾ കയറി ചേരും, നമ്മൾ മരക്കളാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ലാസ്റ്റ് മരക്കളെ തലയിലേക്കാ ഉണ്ടാവുക, അവിടെ വേറെ ആരും ഉണ്ടാവില്ല. മരക്കളാണ്. മരക്കൾ മകനെ തട്ടിക്കൊണ്ടുപോയി, മരക്ക് മക്കളെ തട്ടിക്കൊണ്ടുപോയിട്ട് മരക്കളെ എന്താക്കാനൊന്നും എനിക്കറിയില്ല. ഇതില് ഒരു ഇതാ, പക്ഷെ കമന്റ്സ് ഒക്കെ ആടെ വെച്ചിരിക്കുന്നു കേട്ടോ. അതൊക്കെ ഓരോ ഇഷ്ടമല്ലേ കമന്റ്സ് ഒക്കെ ആടെ വെക്കാൻ. നെഗറ്റീവ് ഓൾറെഡി മരക്കൊക്കെ വരട്ടെ. മറ്റുള്ളവരൊക്കെ നല്ല പോസിറ്റീവ് ഉള്ള ആൾക്കാരാണ്, നല്ല വൈബുള്ള ആൾക്കാരാണ്, അവർ പാവങ്ങളാണ്. നമുക്ക് മാത്രമാണ് കഷ്ടപ്പാടും. ഈ വന്ന് കയറിയ മരക്കളാണ് എല്ലാത്തിനും കച്ചറകാരി. ഒന്നുമില്ല,
അല്ല മോനെ തട്ടിക്കൊണ്ടുപോയി, മോനെ വീടെടുത്തോണ്ട് പോയി, ഈ ഷോപ്പ് എടുത്തത് അവൾക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണ് എല്ലാരും കമന്റ് ഇടുന്നത്. മരുക്കളാണ് വില്ലത്തികൾ, അവിടെ വേറെ ആരും, ബാക്കി എല്ലാരും നല്ല ആൾക്കാരാണ്. സമ്മതിച്ചു. ഇത്രയും കാലം ഞാൻ വില്ലത്തിയായിരുന്നു. അപ്പൊ അതില് ഞാൻ വായിച്ചരാം. ജൂബി ആ ബാസ്റ്റിനെടുത്ത് കുണിഞ്ഞു കുണിഞ്ഞ് അവനെ കയ്യിലാക്കി വെച്ചു. ആ സാധനം ഈ കുടുംബത്തിൽ കയറി കുടുംബം തെറ്റിച്ചു. 22 ലൈക്ക്. ഞാൻ ഇത് കുറെ മുന്നേ വന്നിട്ടാട്ടോ. അപ്പൊ അതിന് മുന്നേ ഉള്ള ഇതിന് ഒക്കെ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് ആള്. ഇതെന്താന്ന് എനിക്കറിയില്ല. നെഗറ്റീവ് വരാൻ വേണ്ടിയിട്ടായിരിക്കും. എനിക്ക് യൂട്യൂബിൽ വന്നിട്ട് ഫാമിലി കണ്ടന്റ് പറഞ്ഞിട്ട് എന്താ പറയാ, എനിക്കൊന്നും പറയാനില്ല. അപ്പൊ ഈ തതനോട് എനിക്കൊന്നും പറയാനില്ല. ദയവ് ചെയ്തിട്ട് ഞങ്ങളെ വേദനിപ്പിക്കരുത്. ഞങ്ങളെ ബൈക്ക് പോവാണ്. ഞങ്ങൾ ആരും മൈൻഡ് വെക്കണില്ല എന്നല്ല. ഞങ്ങൾ സമാധാനത്തിൽ, ഞാനും മോടും ബാസികാക്കി ഒക്കെ സമാധാനത്തിലാണ് പോകുന്നത്. അതില്ലാണ്ടാക്കരുത് ദയവ് ചെയ്തിട്ട്. ഓക്കെ, ഈ കമന്റ്സ് ഇടുന്നവർക്കൊക്കെ എന്ത് സുഖമാണ് കിട്ടുന്നത് എനിക്ക് അറിയണില്ലേ. ഞാനിങ്ങനെ കരഞ്ഞി പിടിച്ചിട്ട് ഏത് സമയത്തും ടെൻഷൻ അടിച്ച് നല്ല സുഖമല്ല മരക്കളെ പറയാനേ. ഈ മരക്കള് കഷ്ടപ്പെട്ടതും ഈ മരക്കളെ നോക്കിയതൊന്നും ഒന്നുമില്ല. പഴയ വീഡിയോസ് ഒന്നും എടുത്തു നോക്കൂട്ടോ താത്ത. പഴയ വീഡിയോസ് കുറച്ച് ഇതിന്റെ ഒരു 2 കൊല്ലം മുന്നേ ഉള്ള ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ജൂബി ഉറങ്ങുന്ന ടൈം ഉണ്ടാവും അതില്. ജൂബി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട്, ഷോപ്പിന് വേണ്ടിയിട്ട്. ജൂബിക്ക് പള്ളലുണ്ടായിട്ട് ഉറക്കം ഒഴിച്ചിട്ട് ജൂബി ആ ഷോപ്പിൽ പണിയെടുത്തിട്ടുണ്ട്. ഈ വീട്ടിലേക്ക് വരുന്നതിന് 1 മാസം മുന്നേ ജൂബി പട്ടിനമാര് പണിയെടുത്തിട്ടുണ്ട്. ജൂബി അങ്ങനല്ല. ജൂബിന്റെ വീട്ടുകാർക്ക് ഉണ്ടാക്കിയതല്ല. ഞാൻ എന്റെ പിയാപ്പിൾക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ചു, പിയാപ്പിളിന്റെ വീട്ടുകാർക്ക് വേണ്ടി അധ്വാനിച്ചതാണ്. ഈ കമന്റ്സ് ഇടുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കുക. കുറച്ച് ബാക്കോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ജൂബിന്റെ എല്ലാ വീഡിയോസും ഉണ്ടാവും. ഷോപ്പിന് വേണ്ടി അധ്വാനിച്ചതൊക്കെ ഉണ്ടാവും. ഈ പള്ളയിൽ വെച്ച് ജീവു ഉണ്ടായിട്ടും ജീവുവിന് പള്ളയിൽ വെച്ചിട്ട് 9ാം മാസത്തിലോ 8ാം മാസത്തിലോ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. വയ്യാഞ്ഞിട്ടും ഞാൻ എന്റെ വീട്ടിൽ പോവാതെ ആ വീട്ടിൽ നിന്നിട്ടുണ്ട്. പക്ഷെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ലൈഫില്. അപ്പൊ മാറി നിൽക്കേണ്ടി വരും. അത് വെച്ചിട്ട് എങ്ങനെ മരക്കള് ഈ ദുഷ്ടന്മാരും ഈ കൊഞ്ചി പിന്നെ ഈ മക്കളെ തട്ടിക്കൊണ്ടുപോകലും ഒക്കെ ആവുക. ഭർത്താക്കന്മാര് പറഞ്ഞാലേ ഞങ്ങൾ കേൾക്കാൻ പറ്റുള്ളൂ. അവര് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങണം. അല്ലെങ്കിൽ ഓല് പറയും ഈ എന്റെ വീട്ടിൽ പോയിക്കോ പറയും. എനിക്ക് ഓല് കൂടി ജീവിക്കണ്ടേ, എനിക്ക് എന്റെ വ്യാപ്പള്ളിന്റെ മോളെ കൂടി ജീവിക്കണ്ടേ. ഉണ്ട് കേട്ടോ. അതെന്താ പ്രശ്നം, പിന്നെ നിങ്ങൾ റൂം എടുക്കാൻ കാരണം എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റി പിരിഞ്ഞാണ് പറഞ്ഞിട്ട് എന്തായാലും ഒരുപാട് കമന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ അടുത്ത അലമുള പ്രസവം കാര്യങ്ങളൊക്കെ ആയിട്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായില്ല. നിക്കാഹ് കഴിഞ്ഞിട്ട് വീട്ടിലത്തെ കല്യാണം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അവിടെ കുട്ടത്തീത്തെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായില്ല. അവർ വീട് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ നിക്കാഹ് മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവിടുത്തെ കല്യാണമായിട്ടുണ്ടായി, പ്രസവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരില്ലത് ലല്ലബിയിലാണ് കേട്ടോ. ലല്ലബിയിൽ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ്. അപ്പം എന്താണ് ആൺകുട്ടിയല്ലേ വെള്ളിയും വന്ന് തുടങ്ങട്ടെ. വെരി ഗുഡ്. എന്റെ അത് പെട്ടി കൊടുത്തു. മതി മതി മതി. ഹണി സിംഗിന്റെ നോക്കൂ ക്യാമറ. ഹലോ ജൂജു അച്ഛനെ
മാച്ച് ആയതോ അതോ മാച്ച് ഇത് എന്ത് മാച്ചില്ലേ ബ്രൗണിലൊരു ആ മാച്ച് വീഡിയോയിലുള്ള മാച്ച് നമ്മളെല്ലാരും ഫുഡ് കഴിക്കാൻ അപ്പോൾ നമ്മളെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് സ്വീറ്റ്സ് കൊടുക്കലാണ് കേട്ടോ. നമ്മൾ എല്ലാ റൂംസിലും പോയിട്ട് സ്വീറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളെല്ലാ സ്റ്റാഫ്സിനും 23 സ്റ്റാഫ്സ് ഉണ്ട് കേട്ടോ അവിടെ. അവർക്കൊക്കെ ഉള്ള സ്വീറ്റ്സ് നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നമ്മുടെ വ്ളോഗിൻ്റെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ലലബയിൽ വരുന്ന പാർട്ടി ഹാള്. ഇത് AC ഉള്ള ഹാളാണ്. നിങ്ങൾക്ക് 40-ൻ്റെയും അതുപോലെ മുടി കളച്ചിലൊക്കെ വലിയ പരിപാടിക്കാക്കി കഴിക്കണം എന്നുണ്ടെങ്കിൽ 100 പേര് വരെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടിക്കൊക്കെ പറ്റുന്ന ഒരു ഹാളാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 40-ൻ്റെ പരിപാടി ചെറിയ ചെറിയ പരിപാടിയായിട്ട് ഒക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ഞങ്ങൾ ഇനിയും കുഞ്ഞു വ്ളോഗൊക്കെ ആയിട്ട് വരും അല്ലേ? ഇനിയും വരുന്നതായിരിക്കും. ടൈം കിട്ടുന്ന പോലെയൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. ബേബി നമ്മൾ വിചാരിച്ച പോലൊന്നല്ല, വിചാരിച്ച പോലൊന്നും നടക്കണില്ല. വീഡിയോ എടുക്കുന്നതാണ് ഇപ്പൊ കുറെ അല്ലേ, ചെറിയ വീഡിയോസ് ഒക്കെ എടുക്കാനും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ട്. പിന്നെ എനിക്ക് തന്നെ ഉറക്കം ശരിയാകത്തോണ്ട് ഞാനപ്പം എഡിറ്റ് ചെയ്യാനും മടി കാണിച്ചിട്ടാണ് പല ആർക്ക് എനിക്ക് രണ്ടാക്കില്ല. ഇവിടെ സുഖമായിട്ട് ഉറങ്ങും രാത്രി. അപ്പൊ എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാ മദേഴ്സും ഇതൊക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ് വരുന്നല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ അടുത്ത അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ആലമുളെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഞാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഓരോ കമൻറ്റ് കണ്ടപ്പോൾ പറയാനായിട്ടോ ഓരോ വീഡിയോസിൽ ഓരോ കമൻറ്റ് ജോബി ബാസിത്ത് ഓലെന്താ വരാത്തെന്നുള്ള പിന്നെ കമൻറ്റ് മാത്രമേ കൂടുതലുണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാമെന്ന് വിചാരിച്ചു. റിയാക്ഷനായിട്ടൊന്നുമല്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല മോളാണ് കേട്ടോ. നല്ല പാട്ടൊക്കെ പാടുന്ന നല്ല മോളാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു ഇവിടെ വലിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ ക്ഷണിക്കുമ്പോൾ അവർ കാണാം, അവർ വീഡിയോസൊക്കെ എടുക്കുക, ക്ഷണിക്കുക, അങ്ങനത്തെ ഒക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും നടന്നതുമില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ അടിച്ച് ഓൺ ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. 40-ൻ്റെ ഒന്നും ഇവരെ കണ്ടില്ല, ജൂബിനും ബസത്തിനൊന്നും കണ്ടില്ല. അപ്പോഴും കമൻറ്റ് തന്നെയാണ് കേട്ടോ. അവരെന്താ നിങ്ങൾ വരാത്തത്, അവരെന്താ വിളിക്കാത്തത്, അവരെന്താ വരാത്തത്, തെറ്റിയതാണോ പിന്നെ പ്രശ്നങ്ങളാണോ എന്ന് അതന്നെയാണ് ആൾക്കാർക്ക് കൂടുതൽ കേൾക്കാനുള്ള ആഗ്രഹം. അതാണ് കേട്ടോ. അവർ തെറ്റി പിരിഞ്ഞു അങ്ങനെയാണോ അങ്ങനെയാണെന്നുള്ളത്. അതേമാതിരി പ്രസവത്തിന് ജൂബിനെ കണ്ടില്ല, ബസിത്ത് മോള് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അവർക്കൊരു മോളും ഉണ്ട് കേട്ടോ. അവർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റിൽ കൂടി ചോദിക്കാനതിലും കൂടുതലുള്ളത് അവരെ പ്രശ്നം എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഫാമിലി വ്ളോഗായാൽ അങ്ങനെയാണ്. ഒരാൾ മിസ്സായാലും 2 മിസ്സായാലും എന്തായാലും ചോദ്യങ്ങളും കാര്യങ്ങളും അവരുടെ ഫാമിലിത്തെ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ സ്വാഭാവികമാണ് കേട്ടോ. അപ്പോൾ അതിന് തക്കതായ മറുപടിയും കാര്യങ്ങളൊന്നും കിട്ടിയതായിട്ട് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് പിന്നെ വല്ല പ്രശ്നമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസോ വരാൻ പറ്റാത്ത സാഹചര്യമൊക്കെ കൊണ്ടായിരിക്കും, എന്താ അറിയില്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാമെന്ന് വിചാരിച്ചു. ഇത് റിയാക്ഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ. പിന്നെ നമ്മളെ നാട്ടിലാണല്ലോ അജുവിൻ്റെ വീടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാരോട് അസ്സലാമു അലൈക്കും.